ഏറെ ബഹുമാന്യയായ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമതി കനിമൊഴി കരുണാനിധി MP, നമ്മുടെ ഏറെ ബഹുമാന്യനായ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ MP വി ശിവദാസൻ, ഈ വേദിയിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രത്ന, നമ്മുടെ DIG ബഹുമാന്യനായിട്ടുള്ള യതീഷ് ചന്ദ്ര IPS, ബഹുമാന്യയായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വേദിയിലുള്ള മുഴുവൻ ബഹുമാന്യരായ ജനപ്രതിനിധികളെ, ബഹുമാന്യരായ ഉദ്യോഗസ്ഥരെ, അധ്യാപകരെ, നാട്ടുകാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വിഷുക്കണിയുടെ ഉദ്ഘാടനത്തിന് ശ്രീമതി കനിമൊഴി കരുണാനിധി MP-യെ ലഭ്യമായതിൽ. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇപ്പോൾ നടത്തുന്നില്ല, കാരണം 2 MP-മാർക്കും ഇന്ന് ഈ സമയത്ത് തന്നെ മറ്റൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ശ്രീമതി കനിമൊഴി കരുണാനിധിയുടെ പ്രസംഗം കേൾക്കുന്നതിനാണ്. കനിമൊഴിയെക്കുറിച്ച് നമുക്കറിയാം, ഷീ ഈസ് എ ഗ്രേറ്റ് പോയറ്റ് ആൻഡ് ഓൾസോ വെരി എഫിഷ്യൻറ്റ് ലീഡർ ഇൻ ദ പാർലമെൻറ്റ്, inspiring leader in Tamil Nadu, and we are so proud to have the daughter of respected Karunanidhi sir. Not only that, he had her own identity that she is a well-known leader in our country, and she always expresses her ideas boldly that inspires so many people, thousands and lakhs of people in our country. So with full-heartedly, I am inviting Srimati Kanimozhi Karunanidhi MP to speak. But just before that, our MP Shivadasan will speak a few words, because he is introducing what is this Vishikani and what is this program. ബഹുമാന്യനായിട്ടുള്ള ശിവദാസൻ MP ആദ്യം സംസാരിക്കും. അതിനുശേഷം അറിയപ്പെടുന്ന കവിയും അറിയപ്പെടുന്ന പാർലമെൻറ്റിലെ ഏറ്റവും ചടുലമായി കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന MP-യും സർവോപരി തമിഴ്നാട്ടിലെ ഏറ്റവും അധികം ആവേശത്തോടുകൂടി ജനങ്ങൾ നോക്കിക്കാണുന്ന ലീഡറും ഒക്കെയായിട്ടുള്ള കരുണാനിധിയുടെ മുൻ മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രിയും നേതാവുമായിട്ടുള്ള കരുണാനിധിയുടെ മകളുമാണ് കനിമൊഴി കരുണാനിധി MP. അവർ സംസാരിക്കുന്നതിന് മുൻപ് ഈ പരിപാടി ശിവദാസൻ ഇത് കഴിഞ്ഞ ഉടനെ ഇവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു പ്രസ്ഥാനം ലൈബ്രറി മേഖലയിൽ, വായനയാണ് അത്യാവശ്യ കാര്യമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തുടനീളം എല്ലാ വാർഡിലും ഒരു ലൈബ്രറി ഉണ്ടാകണമെന്ന ധാരണയോടുകൂടി, ലൈബ്രറി കൗൺസിലിൻ്റെ കൂടി പിന്തുണയോടുകൂടി ശിവദാസൻ ആരംഭിച്ചിട്ടുള്ളൊരു വലിയ പ്രസ്ഥാനമുണ്ട്. അത് അങ്ങേയറ്റം വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് ചെറു പ്രായത്തിൽ ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങാൻ കഴിഞ്ഞ ശിവദാസന് പ്രത്യേകിച്ച് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട്, വിഷുക്കണി എന്നുള്ള പേരിൽ നമ്മുടെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാം ഗ്രാമപഞ്ചായത്തും ലൈബ്രറി കൗൺസിലും എല്ലാം ചേർന്ന് നടത്തുന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഇന്ന് നമ്മുടെ ലൈബ്രറികൾ എല്ലാ ഗ്രാമങ്ങളിലും സ്ഥാപിക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ ജില്ലാതലത്തിലുള്ള പ്രഖ്യാപനം ഇവിടെ വെച്ച് നടത്താനാണ് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമിയെയും വൈസ് പ്രസിഡന്റ് പത്മനാഭനെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാം ഒരുപാട് അഭിനന്ദിക്കുകയാണ്. കാരണം കൂടാളി പഞ്ചായത്ത് സമ്പൂർണ്ണമായിട്ട് ഗ്രാമങ്ങളിൽ ലൈബ്രറി തുടങ്ങിയതിൻ്റെ പൂർത്തീകരണം കൂടി ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ജില്ലാ പഞ്ചായത്തും വലിയ തോതിലുള്ള ശ്രദ്ധയാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം നടത്തുന്നത്. പ്രസിഡന്റ് രത്ന ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. അവരെല്ലാം കുറച്ചെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. മറ്റൊരു കാര്യം പറയുകയാണ്, വായനയിലൂടെ മാത്രമാണ് നമുക്ക് ഏറ്റവും നല്ല മനുഷ്യനായി തീരാൻ സാധിക്കുക. പുസ്തക വായന നിന്നു പോകുമോ എന്ന ഭയന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളെല്ലാം വളരെ വ്യാപകമായപ്പോൾ വായിക്കാൻ ഇലക്ട്രോണിക്സ് മാധ്യമത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ദൃശ്യങ്ങൾ കാണുന്നതിനാണ് ഈ മീഡിയയെ ആളുകൾ ഉപയോഗിക്കുന്നത്. അതിലൂടെ വായന നിന്നു പോകുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നെങ്കിലും അതല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് കേരളം. ഇപ്പോഴും പുസ്തകങ്ങളോടുള്ള പ്രിയം മനുഷ്യർ കാത്തു സൂക്ഷിക്കുന്നു. നല്ല പുസ്തകങ്ങൾ വായിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു. അതിലൂടെ സ്വന്തം ആശയം വിപുലീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്.
നമ്മുടെ നിയമസഭയിൽ ബഹുമാന്യനായിട്ടുള്ള സ്പീക്കറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി നിയമസഭാ പുസ്തകോത്സവം നടത്തുമ്പോൾ വമ്പിച്ച പങ്കാളിത്തമാണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ കേരളത്തിലുള്ള പല ലൈബ്രറികളിൽ നിന്നും ആളുകൾ അവിടെ എത്തിച്ചേർന്ന് അവനവൻ്റെ ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്ന സന്തോഷകരമായിട്ടുള്ള കാഴ്ച കാണാറുണ്ട്. ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ആ വേദിയിൽ വെച്ച് പ്രസിദ്ധീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അടുത്ത വർഷവും ആ പുസ്തകോത്സവം ഉണ്ടാകും. പുസ്തക കടകളിലെ തിരക്ക് കാണിക്കുന്നത് മലയാളി വായന ഉപേക്ഷിച്ചിട്ടില്ല എന്ന സന്തോഷകരമായിട്ടുള്ള വസ്തുതയാണ്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും പഴയ കാലത്തേതുപോലെ ഗ്രാമങ്ങളിൽ സ്ഥിരമായിട്ട് ആളുകൾ വായിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. പുസ്തകങ്ങൾ കിട്ടാൻ വിഷമമുള്ള കാലത്ത് തേടിപ്പിടിച്ചു കൊണ്ടുവന്ന് നോവലുകളും കവിതകളിലും ഒക്കെ വായിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഇന്ന് ആ ശീലം കുറേ മാറിപ്പോയിട്ടുണ്ട്. നമുക്കത് തിരിച്ചു പിടിക്കണം. നല്ല എഴുത്തുകാരുടെ നല്ല പുസ്തകങ്ങൾ അതൊരു ദിനചര്യയായിട്ട് എടുക്കാൻ അക്ഷരാറിഞ്ഞുകൂടാത്തവരാരും ഇവിടെ ഇരിക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഒരു പുസ്തകം അല്പമെങ്കിലും വായിച്ചിട്ടേ അന്ന് കിടന്നുറങ്ങൂ എന്നൊരു വാശി നാട്ടിലെല്ലാവരും കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. നല്ല പുസ്തകങ്ങൾ നമ്മുടെ ആശയത്തെ കുറേയും കൂടി സ്പഷ്ടതയുള്ളതാക്കി മാറ്റും. കുട്ടികളെയും വായിക്കാൻ പഠിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് പലവിധ ആശയങ്ങൾ സമൂഹത്തിൽ കടന്നു വരികയാണ്. ഞാനെല്ലാം കുട്ടിയായ സമയത്ത് നവോത്ഥാന ആശയങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുന്ന കാലഘട്ടമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ എല്ലാം യുവത്വത്തിൽ ജാതി ചോദിക്കുന്നതും പറയുന്നതുമെല്ലാം മോശമാണ്, മോശം ആളുകളാണ് ജാതിയിൽ അഭിരമിക്കുക എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയൊരു കാലമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒക്കെ ആശയങ്ങൾ മനസ്സിൽ ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്ന കാലം. ബഷീറിനെ, വൈക്കം മുഹമ്മദ് ബഷീറിനെയും തകഴിയെയും എല്ലാം വായിക്കുന്ന ഒരു കാലഘട്ടം. അതിലെല്ലാം സാഹിത്യകാരന്മാരൊക്കെ മനുഷ്യരൊന്നാണ്, മനുഷ്യനാണ് പ്രധാനം, അത് കഴിഞ്ഞിട്ടേ ജാതി മതമൊക്കെ ഉള്ളൂ എന്ന് വിശ്വസിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളവരാണ്. അത് ഉൾക്കൊള്ളാൻ അന്നത്തെ പുതിയ തലമുറക്ക് നന്നായി സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് പതുക്കെ അത്തരം ഒരു വേർതിരിവിൻ്റെ ലോകത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇന്ന മതമാണ്, അത് നമ്മളാണ്, മറ്റവർ വേറെ മതമാണ്, അത് അവരാണ്, ഇത് ഇന്ന ജാതിയാണ്, ഞങ്ങൾ ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ കുതന്ത്രങ്ങൾ കുറച്ചൊക്കെ ആളുകളുടെ മനസ്സിൽ ഏശുന്നു എന്നുള്ളത് ഭയത്തോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അങ്ങനെ ഭിന്നിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തെ കീഴടക്കാൻ വളരെ എളുപ്പമാണ്. എനിക്ക് ഓർമ്മ വരുന്നത് 1930കളിലെ ഹിറ്റ്ലറുടെ കാലഘട്ടമാണ്. ഞാൻ ഹിറ്റ്ലറെ കുറിച്ച് വായിച്ചു മനസ്സിലാക്കിയത് ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകത്തിൽ നിന്നാണ്. ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് കുറേ കത്തയച്ചിരുന്നു. അതിൽ ഓരോ രാജ്യത്തിൻ്റെ ചരിത്രമാണ് ഓരോ കത്തിലും സൂചിപ്പിച്ചിരുന്നത്. അച്ഛൻ മകൾക്ക് അയച്ച കത്തിൽ ഓരോ രാജ്യത്തും, റഷ്യയിൽ വിപ്ലവം നടന്നതിനെ കുറിച്ചൊക്കെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതിയിരുന്നു. നീ ഭാഗ്യവതിയാണ്, 1917 നീ ജനിച്ചത് എന്നതുകൊണ്ട്. കാരണം അന്നാണ് ലോകത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ സാർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തിൽ നിന്ന് കുതറിമാറി സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കാൻ തുടങ്ങിയത് മഹാനായൊരു നേതാവിൻ്റെ നേതൃത്വത്തിൽ, മഹാനായൊരു മനുഷ്യസ്നേഹിയുടെ നേതൃത്വത്തിൽ. അത് വ്ളാഡിമിർ ഇല്യാനോവിച്ച് ലെനിനായിരുന്നു. ഞാൻ നെഹ്റുവിൻ്റെ പുസ്തകത്തിൽ അത് വായിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹിറ്റ്ലറെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. 30കളിൽ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏകാധിപതി ജർമ്മനിയിൽ അധികാരത്തിലെത്തിയത് ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ചിട്ടാണ്. അങ്ങനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശത്രുക്കളെ പ്രഖ്യാപിക്കുകയാണ്. ഒരു ദ്വന്ദ്വം ഉണ്ടാവണം, ഒരു ശത്രു ഉണ്ടാവണം. ആ ശത്രുവിനെ ആക്രമിക്കുന്നു എന്നുള്ള നിലയിൽ ഓരോ വിഭാഗം ജനങ്ങളെയായി കീഴ്പ്പെടുത്തി തങ്ങളുടെ ഏകാധിപത്യം സ്ഥാപിച്ച് തങ്ങൾ പറയുന്നതാണ് ശരി എന്ന് വരുത്തി തീർക്കുന്ന സിദ്ധാന്തമാണ് ഹിറ്റ്ലർ സ്വീകരിച്ചത്. അതിനെയാണ് നമ്മൾ ഫാസിസം എന്ന് വിളിക്കുന്നത്. അതിൽ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാരെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു, കൂട്ടത്തോടെ പിടിച്ചു കൊണ്ടുപോയി ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന കൊലയറയിലിട്ട് വിഷവാതകം ശ്വസിപ്പിച്ച് ചുട്ടുകൊന്നു. അപ്പോൾ ചിലർ അനങ്ങിയില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പം ജൂതന്മാർക്കെതിരായിട്ടാണ് വന്നത്. അവരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ കത്തോലിക്കരും മിണ്ടിയില്ല. കത്തോലിക്കരെ പിടിക്കാൻ വന്നപ്പോൾ പ്രൊട്ടസ്റ്റൻ്റുകാരും മിണ്ടിയില്ല. പ്രൊട്ടസ്റ്റൻ്റുകാരെ പിടിക്കാൻ വന്നപ്പോഴാണ് പാസ്റ്റർ നിമുള്ളർ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞത്, അയ്യോ ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ പിടികൂടാൻ വന്നപ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റല്ല, അതുകൊണ്ട് മിണ്ടിയില്ല. പിന്നെ ജൂതന്മാരെയാണ് പിടികൂടി കൊണ്ടുപോയി ചുട്ടുകൊന്നത്, ഞാൻ ജൂതനല്ല, മിണ്ടിയില്ല. കത്തോലിക്കരെ പിടിച്ചപ്പോഴും എനിക്ക് പ്രശ്നമില്ലായിരുന്നു, ഞാനൊരു പ്രൊട്ടസ്റ്റൻ്റുകാരനാണ്, മിണ്ടിയില്ല. പക്ഷേ എന്നെ പിടിക്കാൻ വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്നാണ്. എന്നും ഈ ലോകത്ത് അർത്ഥവത്തായിട്ടുള്ള വാക്കാണ് പാസ്റ്റർ നിമുള്ളറുള്ളത്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഈ വേർതിരിവ് വരുന്നത് മനസ്സിലാക്കാനും അങ്ങനെ വേർതിരിവില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ സംരക്ഷിക്കാനും ശക്തമായിട്ട് നിലകൊള്ളണം. നല്ല വിമർശനം മഹാഭാരതത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും ഒക്കെ കവിതയിലൂടെ കുമാരനാശാനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കുമാരനാശാനോടോ സീത എന്ന് പറയുന്ന കാവ്യം എഴുതിയിട്ട് ചിന്താവിഷ്ടയായ സീത
ശ്രീരാമനെ സീത വിമർശിച്ചതുകൊണ്ടോ നമുക്ക് ആർക്കെങ്കിലും ശ്രീരാമനോട് വെറുപ്പുണ്ടായിട്ടില്ല, സീതയോട് വെറുപ്പുണ്ടായിട്ടില്ല, എഴുതിയ കുമാരനാശാനോടും വെറുപ്പുണ്ടായിട്ടില്ല. ഇഷ്ടം പോലെ പാത്രേകം എന്ന് പറഞ്ഞ് രാജശ്രീ എഴുതിയ പുസ്തകത്തിൽ മഹാഭാരതത്തിലെ ചില ഉള്ളറകൾ തുറക്കുകയാണ്. അങ്ങനെയെല്ലാം എഴുതാനുള്ള സ്വാതന്ത്ര്യം എഴുത്തുകാർക്കുണ്ട്, പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഒരിക്കലും മോശമായിട്ട് കാണുകയല്ല വേണ്ടത്. അതെല്ലാം വായിച്ച് നമ്മുടേതായ ഒരു അഭിപ്രായം രൂപീകരിക്കലാണ്. ഞാൻ ചുരുക്കുന്നു, ധാരാളം വായിക്കുക, നമ്മുടെ അഭിപ്രായം രൂപപ്പെടുത്തുക, മനുഷ്യത്വമാണ് ഏറ്റവും വലുത് എന്ന് കാണുക, ആ മനുഷ്യർ പരസ്പരം ബഹുമാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക, പരസ്പരം വിമർശിച്ചാലും മറ്റുള്ളവരോട് കോപമില്ലാതെ ആ വിമർശനത്തെ സഹിഷ്ണുതയോടെ കാണാൻ സാധിക്കുക, നല്ല മനുഷ്യരാകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രേരിപ്പിക്കുക. അതുമാത്രമാണ് വിഷുക്കണിയുടെ ഭാഗമായി ഈ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ നാൾ. ഇതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, ആരും ഒന്നും തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല. ഒരു കക്ഷിയെയും രാഷ്ട്രീയ പാർട്ടിയെയും അല്ല നമ്മൾ പറയുന്നത്. ഈ സമൂഹത്തെ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു പൊതു തത്വമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ പൊതു തത്വത്തിൻ്റെ കൂടെ നിൽക്കുക. ശ്രീനാരായണ ഗുരുദേവൻ്റെയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും കാൾമാർക്സിൻ്റെയും എല്ലാം ആശയങ്ങൾ മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞതാണ്. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആധുനിക മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് മാറ്റാൻ നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം. ധാരാളം വായിക്കുക, കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് മാത്രം പറയുന്നു. യതീഷ് ചന്ദ്ര പറഞ്ഞിട്ടുള്ള, ബഹുമാനനായിട്ട് DIG പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മെ നശിപ്പിക്കാൻ കരുതിക്കൂട്ടി ഇറങ്ങി വന്നിട്ടുള്ള രാക്ഷസീയമായിട്ടുള്ള ഒന്നാണ് ഈ നർക്കോട്ടിക് ഡ്രഗ്സ്. അതിനെ പിടികൂടാൻ പോലീസ് മാത്രം വിചാരിച്ചാൽ പോരാ, ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പോരാ, ഓരോ വ്യക്തിയും വിചാരിക്കണം. നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. സംശയകരമായിട്ട് എന്തെങ്കിലും കണ്ടാൽ അമർത്തി വെക്കുകയല്ല, എൻ്റെ മോളത് ചെയ്യില്ല, എൻ്റെ മോനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുകയല്ല. നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഭാവമാറ്റമുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. പരസ്യമായിട്ട് എല്ലാവരെയും വിളിച്ച് പറയുകയല്ല, പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കാം, അതുപോലെ പോലീസ് മേധാവിയെ അറിയിക്കാം. ആരും അത് പരസ്യപ്പെടുത്തി നമ്മളെ വഷളാക്കുകയൊന്നുമില്ല. പക്ഷേ ഇത് വരുന്നത് ഏത് കേന്ദ്രത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തടയിടാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മക്കളെയും അതുവഴി നമ്മളെയും, ഇപ്പോൾ കുട്ടികൾ അമ്മമാരെയെല്ലാം കുത്തിക്കൊല്ലുന്ന കാലമാണ് ഇത് ഉപയോഗിച്ചിട്ട്, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒത്തൊരുമിച്ച് നമുക്ക് ഈ ലഹരിക്കെതിരായിട്ട്, പ്രത്യേകിച്ച് മയക്കുമരുന്നിനെതിരായിട്ട് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇനി M. പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ സമയമില്ല എന്നുകൂടി അറിയിക്കുകയാണ്.